സഹോദരീ സഹോദരന്മാരെ, 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മോടൊപ്പം നോബൽ സമ്മാന ജേതാവ് പ്രൊഫസർ മോർട്ടൻ ബി മെൽഡൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സയൻസ് കോൺഗ്രസ് ഏത് തരത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഇത്തവണ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഈ പരിപാടിയുടെ ചെയർപേഴ്സണായി തന്നെ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ വരാൻ സന്നദ്ധയായി എന്നുള്ളതാണ്. അതിന് അവരോടും ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കട്ടെ. നമ്മുടെ ശാസ്ത്ര കോൺഗ്രസ്സിന് ഇന്ന് തുടക്കമാവുകയാണ്. 3.5 പതിറ്റാണ്ടുകൊണ്ട് ശാസ്ത്ര കോൺഗ്രസ്സിന് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ 4 ശാസ്ത്ര വിഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ശാസ്ത്ര കോൺഗ്രസ് ആരംഭിച്ചിരുന്നത്. എന്നാൽ ഇന്നത് 12 ശാസ്ത്ര വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നായി വളർന്നിരിക്കുകയാണ്. അനുബന്ധ പരിപാടികളുടെ എണ്ണത്തിലും വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ശാസ്ത്ര കോൺഗ്രസ്സിലെ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിലും വലിയ തോതിൽ മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ശാസ്ത്ര കോൺഗ്രസ് ആയതുകൊണ്ട്, അതും സംസ്ഥാനത്തെ ശാസ്ത്ര കോൺഗ്രസ് ആയതുകൊണ്ട് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത്തവണത്തെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് ഇതുവരെ നടത്തപ്പെട്ടിട്ടില്ല എന്നതാണ്. അത് നടത്തപ്പെടും എന്ന ഉറപ്പ് പോലും അതുമായി ബന്ധപ്പെട്ടവർക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല എന്ന പ്രത്യേകതയും ഉണ്ട്. അത്തരമൊരു ദേശീയ സാഹചര്യത്തിലാണ് ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ പ്രസക്തി വലിയ തോതിൽ വർദ്ധിക്കുന്നത്. കേരളത്തിൻ്റെ മണ്ണിൽ ശാസ്ത്ര കോൺഗ്രസ് അരങ്ങേറുമ്പോൾ നാം ഓർമ്മിക്കേണ്ട ചില ചരിത്ര വസ്തുതകളുണ്ട്. ശാസ്ത്രബോധത്തിനും യുക്തിചിന്തക്കും തെല്ലുപോലും ഇടമില്ലാതിരുന്ന ഒരു ഇരുണ്ട കാലം നമുക്കുണ്ടായിരുന്നു എന്നതാണത്. അവിടെ നിന്നും നവോത്ഥാന പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിൽ വളർന്നു വന്ന ദേശീയ പ്രസ്ഥാനവും പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാം ശാസ്ത്രചിന്തയിലേക്ക് നമ്മുടെ നാടിനെ കൈപിടിച്ചുയർത്തുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസം സാർവത്രികമാക്കി ഈ ശാസ്ത്രീയ ചിന്ത വളർത്തുന്നതിന് നമുക്ക് ഇടയായിട്ടുണ്ട് എന്നതും ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ പുരോഗമനപരമായ ആ മുന്നോട്ട് പോക്കിൻ്റെ തുടർച്ച ഉറപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിൻ്റെ ഭാഗമായാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സജ്ജമാക്കിയത്. ഇപ്പോൾ 4 സയൻസ് പാർക്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കാനിരിക്കുകയാണ്. അതിൽ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. മറ്റ് 3 സയൻസ് പാർക്കുകൾ അതിവേഗതയിൽ തന്നെ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, സെൻറ്റർ ഫോർ മൈക്രോബയോ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് സജ്ജമാക്കുന്നത്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ പോലെയുള്ള പരിപാടികൾക്ക് ഇതിൻ്റെ തുടർച്ചയായി തന്നെയാണ് കേരളം വേദിയാവുന്നത്. ഇത്തരത്തിൽ നാം മുന്നോട്ട് പോകുമ്പോഴും ശാസ്ത്രബോധത്തിന്
അനുസൃതമല്ലാത്ത പല പ്രവണതകളും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ ആധുനിക കാലത്ത് പോലും നരബലി പോലെയുള്ള നീചകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നത് നാം ഓർക്കേണ്ടതാണ്. പുരോഗമന ചിന്ത വൻതോതിൽ വേരൂന്നിയ ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷേ പ്രതിലോമ ചിന്തകൾ എങ്ങനെ കടന്നു വരുന്നു എന്നത് ഗൗരവമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ പ്രതിലോമ ചിന്തകളെ തടുക്കാനാകുന്ന വിധത്തിൽ സാമൂഹികമായ ശാസ്ത്രാവബോധം വളർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഉപാധിയായി മാറണം സയൻസ് കോൺഗ്രസ് പോലെയുള്ള പരിപാടികൾ. ഈ പരിപാടി നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കാസർഗോഡാണല്ലോ. നമ്മുടെ നാട് ഉൽപ്പതിഷ്ണുക്കളായ അനേകം മഹാന്മാർക്ക് ജന്മം നൽകിയ നാടാണ്. നവോത്ഥാന പാരമ്പര്യവും സാമ്രാജ്യത്വ ജന്മിത്വ വിരുദ്ധ പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ഐതിഹാസികമായ സമരങ്ങൾ അരങ്ങേറിയ നാടാണ് മലബാർ. അത്തരത്തിലുള്ള നവോത്ഥാന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടന എഴുതപ്പെട്ടത്. അതിലെ ആർട്ടിക്കിൾ 51 അനുശാസിക്കുന്ന ശാസ്ത്രാഭിരുചിയും യുക്തിചിന്തയും വളർത്തുക എന്നത് പൗരൻ്റെ കടമയാണ്. ആ കാഴ്ചപ്പാടിനെ കാറ്റിൽ പറത്തി നമ്മുടെ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ യുക്തിചിന്തകൾക്ക് പകരം കെട്ടുകഥകൾക്ക് പ്രാമുഖ്യം കൊടുക്കാനൊക്കെ ചിലർ ബോധപൂർവം ശ്രമിക്കുകയാണ്. ഭരണഘടനാ സ്ഥാനങ്ങളിരിക്കുന്നവർ വരെ അതിന് നേതൃത്വം നൽകുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയും നാം കാണുന്നു. അതുകൊണ്ട് തന്നെ തീർത്തും ജാഗ്രതയോടെ നീങ്ങേണ്ട ഒരു ഘട്ടമാണിത്. ഇത്തവണത്തെ സയൻസ് കോൺഗ്രസിൻ്റെ ആപ്തവാക്യം ട്രാൻസ്ഫോമിംഗ് കേരളാസ് എക്കോണമി ത്രൂ വൺ ഹെൽത്ത് അപ്രോച്ച് അഥവാ ഏകാരോഗ്യ സമീപനത്തിലൂടെ കേരള സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റം എന്നതാണ്. നമ്മുടെ ആരോഗ്യം എന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെയും അതിലുള്ള ജീവജാലങ്ങളുടെയും ആരോഗ്യത്തെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവയുടെ ആരോഗ്യം കൂടി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഏകാരോഗ്യ സമീപനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരോടൊപ്പം തന്നെ പ്രകൃതിയുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യത്തിനു കൂടി പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. മനുഷ്യനെ ബാധിക്കുന്ന ഒട്ടേറെ പകർച്ചവ്യാധികളുണ്ട്. അതിൽ 60% ജന്തുജന്യ രോഗങ്ങളാണ്. പുതുതായി പ്രത്യക്ഷപ്പെടുന്ന പകർച്ചവ്യാധികളിൽ 70%-ലധികവും ജന്തുജന്യ രോഗങ്ങളാണ്. ഈ സാഹചര്യത്തിൽ ഏകാരോഗ്യ സമീപനമെന്നത് മാനവരാശിയുടെ സുരക്ഷയ്ക്കും മുന്നേറ്റത്തിനും ഏറെ അനിവാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമീപനം ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കാരണം ജനസാന്ദ്രതയും വനാവരണവും കൂടുതലായ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായും ജീവജാലങ്ങളുമായും കൂടുതൽ ഇടപഴകി കഴിയുന്ന ഒരു ജനതയാണ് നമ്മുടേത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം നേരിടുന്ന ഒരു വെല്ലുവിളിയാകട്ടെ പകർച്ചവ്യാധികളുടെ വ്യാപനമാണ്.
അവയിൽ തന്നെ ആശങ്കയുണ്ടാക്കുന്നവയാണ് നമ്മുടെ ജന്തുജന്യ രോഗങ്ങൾ. ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കുന്നു. ഈ സവിശേഷ സാഹചര്യത്തിലാണ് വൺ ഹെൽത്ത് പോളിസി അല്ലെങ്കിൽ ഏകാരോഗ്യ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ 2021 തന്നെ സർക്കാർ തീരുമാനിച്ചത്. ഇതിൻ്റെ ആദ്യഘട്ടമായി 4 ജില്ലകൾ തിരഞ്ഞെടുത്തു. അവിടെ പദ്ധതികളും ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് പ്രത്യേക പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ജില്ലാതല ഓഫീസർമാർക്കും ലാബറട്ടറി അസിസ്റ്റൻ്റുമാർക്കും പ്രത്യേക പരിശീലനം നൽകി. സംസ്ഥാന സെൻറ്റർ ഫോർ വൺ ഹെൽത്ത് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം നടപടികൾക്ക് കരുത്തു പകരുന്ന ചർച്ചകളും നിർദ്ദേശങ്ങളും ഈ സയൻസ് കോൺഗ്രസിൽ നിന്ന് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 36ാമത് സയൻസ് കോൺഗ്രസ് നടക്കുന്ന ഈ വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2024 മുതൽ 2033 വരെയുള്ള ദശകത്തിൽ സയൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ശാസ്ത്രം സുസ്ഥിര വികസനത്തിന് എന്ന ലക്ഷ്യത്തോടെയുള്ള പരിപാടികൾ ലോകത്താകെ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് അവ നടത്തപ്പെടുന്നത്. സുസ്ഥിര വികസന സൂചികയിൽ രാജ്യത്തിന് മാതൃകയായ സംസ്ഥാനമാണ് നമ്മുടേത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലായാലും പാർപ്പിടം ലഭ്യമാക്കുന്ന കാര്യത്തിലായാലും ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലായാലും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ നമ്മൾ രാജ്യത്തിനാകെ മാതൃകയായിട്ടുണ്ട്. ആ മാതൃകകളെ കൂടുതൽ കരുത്തുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. എല്ലാ വിഭാഗങ്ങളുടെയും ശാശ്വതവും പ്രകൃതി സൗഹൃദവുമായ വികസനമാണ് സുസ്ഥിര വികസനമെന്ന ആശയം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതിന് ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരിലും എത്തിച്ചേരേണ്ടതുണ്ട്. എന്നാൽ ലോകത്ത് നിലവിലുള്ള സ്ഥിതി അതല്ല. ലോകത്തുണ്ടാകുന്ന ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ എത്തിച്ചേരുന്നത് ആകെ ജനസംഖ്യയുടെ 20% മാത്രമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 80% ആളുകൾക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നില്ല. ശാസ്ത്രരംഗത്തെ കിടമത്സരങ്ങളും കുത്തകവൽക്കരണവും മാനവികതയ്ക്ക് പകരം ലാഭേച്ഛയ്ക്ക് മാത്രം ഊന്നൽ നൽകുന്ന ശാസ്ത്ര ഗവേഷണങ്ങളും ഇതിന് കാരണമാണ്. ഇവ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതും നാം ചിന്തിക്കേണ്ട വിഷയമാണ്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ജോണി സാൽക്കിനോട് ആർക്കാണ് ഇതിൻ്റെ പേറ്റൻറ്റ് എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾക്കാണ് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. സാൽക്കിനെ പോലുള്ളവരുടെ മാനവികതയിലൂന്നിയ ശാസ്ത്ര സമീപനത്തിൻ്റെ ഫലമായാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പോളിയോ തുടച്ചു നീക്കാൻ കഴിഞ്ഞത്. ഈ സമീപനം ശാസ്ത്രരംഗത്ത് പ്രചരിപ്പിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ ശാസ്ത്രത്തെ സുസ്ഥിര വികസനത്തിനായി ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ശാസ്ത്ര പുരോഗതിക്ക് ഏറെ അനിവാര്യമാണ് ഗവേഷണം. ലോകത്തുണ്ടാകുന്ന ഏത് വിജ്ഞാനത്തെയും ഈ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വാംശീകരിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റും പേറ്റൻറ്റും വ്യാപകമാകുന്ന ഇക്കാലത്ത് അത്തരം വിജ്ഞാനങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാനാവില്ല. ആ പ്രതിസന്ധി മറികടക്കാൻ തദ്ദേശീയമായ ജ്ഞാനോൽപാദനം കൂടിയേ തീരും. അതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വഹിക്കാനുള്ള പങ്ക് വളരെ വലുതാണ് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ രാജ്യം ഗവേഷണത്തിന് അത്ര കണ്ട് പ്രോത്സാഹനം ലഭിക്കുന്ന ഒരു രാജ്യമല്ല.
ബ്രിക്സ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഗവേഷണത്തിന് ഏറ്റവും കുറവ് തുക ചെലവഴിക്കുന്ന രാജ്യമാണ് നമ്മുടേത് എന്നാണ് ഈയിടെ പുറത്തു വന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലക്കായി ഇന്ത്യയുടെ ആകെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 0.7% മാത്രമാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ലോക ശരാശരി 1.8% എന്നത് ഇവിടെ ഓർക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഗവേഷണത്തിന് ചെലവഴിക്കുന്ന തുകയുടെ ഒരു ഭാഗമാകട്ടെ തികച്ചും അശാസ്ത്രീയമായ കാര്യങ്ങൾക്കായാണ് ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ കേരളം ഇക്കാര്യത്തിലും ഇവിടെ വേറിട്ട് നിൽക്കുകയാണ്. സംസ്ഥാന ബജറ്റിൽ 3500 കോടി രൂപയുടെ പ്രത്യേക റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബജറ്റ് നാം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. വിവിധ മേഖലകൾക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി വരുന്ന തുക എത്ര, ഓരോ മേഖലയെയും അതീവ പ്രാധാന്യത്തോടെ ആ ഓരോ മേഖലയും ഏറ്റെടുക്കേണ്ട ഗവേഷണങ്ങൾ ഏതെല്ലാം എന്നിവയൊക്കെ അതിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഗവേഷണ ഫലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രം പോരാ, അവയിലെ അറിവുകൾ പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമായി പരിവർത്തനം ചെയ്യപ്പെടുക കൂടി വേണം. അതിനനുസൃതമാകുന്ന വിധമാണ് ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾക്ക് സർക്കാർ രൂപം നൽകുന്നത്. 10 സർവകലാശാലകളിലായി 200 കോടി രൂപ മുതൽ മുടക്കിൽ അവ ഒരുങ്ങുകയാണ്. ഗവേഷണ മേഖലയിലേക്ക് എത്തുമ്പോൾ മാത്രമല്ല പ്രതിഭകളെ സർക്കാർ പിന്തുണക്കുന്നത്. തുടർച്ചയായി മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് തലം മുതൽ ബിരുദാനന്തര പഠനം വരെ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട് അവരെ ഗവേഷണത്തിലേക്ക് നയിക്കുക കൂടിയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനമുണ്ടോ എന്ന് സംശയമാണ്. ഗവേഷണ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള കൈരളി അവാർഡുകൾക്ക് സമാനമായ മറ്റൊരു സംസ്ഥാനത്തുമില്ല. കൈരളി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഗ്ലോബൽ പ്രൈസ്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നാഷണൽ അവാർഡ്, ഗവേഷണ പുരസ്കാരം, ഗവേഷക പുരസ്കാരം എന്നിങ്ങനെയുള്ള അവാർഡുകളും നാം നൽകി വരുന്നുണ്ട്. ഗവേഷണത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ മികവിൻ്റെ 30 കേന്ദ്രങ്ങൾ സംസ്ഥാനത്താകെ ഒരുക്കുകയാണ്. അവയിൽ 10 ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവേഷണ മേഖല നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് ബ്രെയിൻ ഡ്രെയിൻ എന്നത്. മികച്ച പ്രതിഭയുള്ള ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത ഇപ്പോഴും തുറന്നു വരികയാണ്. പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ വികസിത രാജ്യങ്ങളിലെ ഗവേഷണ സംവിധാനങ്ങൾക്കൊപ്പം ഉടനടി ഉയരാൻ നമുക്കാവില്ല. എന്നാലും മറ്റ് രാജ്യങ്ങളിലുള്ള മലയാളി ഗവേഷക പ്രതിഭകളുടെ അറിവ് നമ്മുടെ നാടിൻ്റെ ഗവേഷണ മുന്നേറ്റത്തിന് ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന വിധം ബ്രെയിൻ ഗെയിൻ സാധ്യമാക്കുന്ന പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. അതോടൊപ്പം നൊബേൽ ജേതാക്കളെ അടക്കം ക്ഷണിച്ചു വരുത്തി നമ്മുടെ ഗവേഷകരുടെ വിജ്ഞാന നവീകരണത്തിന് ഉപകരിക്കുന്ന സ്കോളർ ഇൻ റെസിഡൻസ് പദ്ധതിയും നടപ്പാക്കി വരികയാണ്. ലോക നിലവാരത്തിലേക്കെത്തിയ ഗവേഷണ മേഖലയല്ല നമ്മുടേത്. എന്നാലും ഗവേഷണ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച മലയാളികൾ ലോകത്തെമ്പാടുമുണ്ട്. ഏത് വിഷയമെടുത്താലും അതിലെ ഗവേഷകരിൽ മലയാളികളുമുണ്ടാകും. ഈ ഗവേഷണ പ്രതിഭകൾക്ക് ഇൻഹൗസ് എക്സലൻസ് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്ന കാര്യം നാം സ്വയംവിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം ചർച്ചകൾക്കുള്ള വേദിയായി കൂടി ഈ സയൻസ് കോൺഗ്രസ് മാറുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശാസ്ത്ര മുന്നേറ്റങ്ങളുണ്ടാകുമ്പോൾ വളരെ കരുതലോടെ നാം സമീപിക്കേണ്ട
ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ശാസ്ത്രത്തിന് ഭക്ഷ്യസുരക്ഷ ഒരുക്കാൻ കഴിയുമോ എന്ന കാര്യം. ലോകത്ത് ജനസംഖ്യ വർദ്ധിക്കുന്ന അതേ അനുപാതത്തിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നില്ല. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാതെ വൻകിട കമ്പനികൾ സ്വന്തമാക്കി വെക്കുന്ന സാഹചര്യം പോലുമുണ്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാനം ഒരു പ്രത്യേക മുൻകൈ ഈ ബജറ്റിൽ എടുത്തിരിക്കുകയാണ്. ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിന് ഒരു സ്ഥാപനം കേരളത്തിൽ ഉണ്ടാകണം എന്നാണ് നാം കാണുന്നത്. അതിൻ്റെ ചുമതല ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിനെയാണ് ഏൽപ്പിക്കുന്നത്. അതിനുള്ള പ്രാരംഭ തുകയും ഈ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. നമ്മുടെ നാടിനാവശ്യമായ ഭക്ഷണം എല്ലാവർക്കും ലഭ്യമാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്നാൽ ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി ആവശ്യമായ ഭക്ഷണം എല്ലാവർക്കും ലഭ്യമാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ശാസ്ത്രീയ കൃഷിരീതികളോടുള്ള വൈമുഖ്യം ഒഴിവാക്കാനാകണം. കാർഷിക ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടാകുന്ന ലാഭക്കൊതിയോടെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. അത്തരം രീതികളെ ചെറുത്തു തോൽപ്പിക്കാനും ഉതകുന്ന വിധത്തിലുള്ള അവബോധം സമൂഹത്തിലാകെ സൃഷ്ടിക്കാൻ കഴിയേണ്ടതുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടമാണല്ലോ ഇത്. AI ഡ്രിവൺ ഇൻഡസ്ട്രീസിന് മേൽക്കൈ വരുന്നൊരു കാലമാണ്. അത് വളരെയേറെ കാര്യങ്ങളിൽ ഗുണകരമാണ്. എന്നാൽ അതിനൊരു ദോഷവശം കൂടി ഉണ്ട്. നിർമ്മിത ബുദ്ധിയടക്കമുള്ള സംവിധാനങ്ങളെ വിദ്വേഷ പ്രചരണത്തിനും വ്യക്തിഹത്യക്കും കുറ്റകൃത്യങ്ങൾക്കുമുള്ള ഉപാധിയാക്കി മാറ്റുന്ന ദോഷവശം. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തടക്കം നൈതികതയോടെ ഇടപെടാൻ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും കഴിയേണ്ടതായിട്ടുണ്ട്. മത്സരം ജയിക്കാനും ലാഭം കൊയ്യാനുമായി മാനവരാശിയെ അപകടത്തിലാക്കുന്ന എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന നില വരരുത്. ശാസ്ത്ര മുന്നേറ്റങ്ങൾ മാനവരാശിക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിൽ, ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ, വാർത്താവിനിമയ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിൽ എല്ലാം നമ്മൾ മുന്നേറിയത് ശാസ്ത്ര നേട്ടങ്ങളിൽ ഊന്നിയാണ്. എന്നാൽ അവ പ്രകൃതിക്കുമേൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെ നാം കാണാതെ പോകരുത്. ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യൻ്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിനൊപ്പം ലോകത്തിൻ്റെ ഗ്രീൻ ഫ്യൂച്ചർ കൂടി ലക്ഷ്യം വെച്ചുള്ളവയായിരിക്കണം. അതിനുതകും വിധം ഉത്തരവാദിത്വത്തോടെ ശാസ്ത്ര മുന്നേറ്റങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഇതൊരു ശാസ്ത്ര കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രം മതിയെന്നും കരുതരുത്. ശാസ്ത്രാവബോധവും യുക്തിചിന്തയും നിലനിൽക്കുന്നത് സാമൂഹ്യ ഐക്യത്തെ കൂടി ആശ്രയിച്ചാണ് എന്ന കാര്യം ഏവരും ഓർക്കണം. വംശീയത ഉയർന്നു വന്ന ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അനുഭവം നാം ഓർക്കേണ്ടതാണ്. വിദ്വേഷത്തിലും ഭേദചിന്തകളിലും ഊന്നി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ശാസ്ത്രചിന്തകൾക്കും ശാസ്ത്രജ്ഞർക്കും നിലനിൽപ്പുണ്ടാകില്ല. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ശാസ്ത്രത്തിൻ്റെ വളർച്ച എന്നത് സാമൂഹ്യ ഐക്യത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നുവെന്ന ബോധ്യത്തോടെ അതിനായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കൂടി ശാസ്ത്രമേഖലയിലുള്ള എല്ലാവർക്കും കഴിയണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.